ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മതിലകം ഏരിയ സമ്മേളനം മൂന്നുപീടിക വ്യാപാര ഭവനിൽ നടന്നു. AKTA സംസ്ഥാന സെക്രട്ടറി MK പ്രകാശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്ഥാനം പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം 81-ൽ സ്വതന്ത്രമായി സംഘടിച്ച് നാളിതുവരെ 43 വർഷം പിന്നിട്ട് 44ാമത് വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും അതിൻ്റെ നയങ്ങളിൽ വ്യതിയാനം വരുത്താതെ തികച്ചും സ്വതന്ത്രമായ തയ്യൽ തൊഴിലാളികളുടെ കൂട്ടായ്മ മറ്റ് ഇതര തൊഴിലാളി സംഘടനകളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ ഒരുപക്ഷെ 16 or 17 സംഘടനകളായിരിക്കും. മറിച്ച് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ എണ്ണം പരിശോധിച്ചിരുന്നാലും നമുക്കത് കാണാൻ കഴിയും. 81-ൽ സംഘടന രൂപീകരിച്ച് അതിന്റെ പ്രവർത്തന കാലയളവിൽ ഒരു ആനുകൂല്യവുമില്ലാതിരുന്ന തയ്യൽ തൊഴിലാളി സമൂഹത്തിന്റെ ആനുകൂല്യത്തിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് മറ്റിതര തൊഴിലാളികളോടൊപ്പം തയ്യൽ തൊഴിലാളികളെയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായ പ്രവർത്തനം നടത്തി 86-ൽ അന്നത്തെ ഗവൺമെന്റ് K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു പദ്ധതി ആലോചിക്കുകയും അതിന്റെ ഭാഗമായി തൊഴിലാളി സംഘടനയുടെ നേതാക്കളെ വിളിച്ചിരുത്തി ചർച്ച നടത്തി ഗവൺമെന്റ് ആവശ്യപ്പെട്ടത് 100,000 തൊഴിലാളികളെയെങ്കിലും ആ പദ്ധതിയിൽ പങ്കാളികളാക്കി ഈ പദ്ധതി വിജയിപ്പിക്കാമെന്ന് ഈ യോഗം ഉറപ്പു തരികയാണെങ്കിൽ സർക്കാർ തീർച്ചയായും പദ്ധതിയുമായി മുന്നോട്ട് പോകും. അവിടെ വന്നിരുന്ന ട്രേഡ് യൂണിയൻ നേതാക്കൾ CITU-യും INTUC-യും AITUC പോലുള്ള നേതാക്കൾ ഒരക്ഷരവും ഉരിയാടാതിരുന്ന സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നമ്മളോടൊപ്പം ഇല്ലാത്ത K ഭാർഗവൻ അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു 100,000 തയ്യൽ തൊഴിലാളികളെ ഈ പദ്ധതിയിൽ അംഗങ്ങളാക്കി ഈ പദ്ധതി വിജയിപ്പിക്കുന്നതിന് സർക്കാരിനോടൊപ്പം ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്ന പ്രസ്ഥാനം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് 67ഓളം വരുന്ന വിഭാഗത്തിൽപ്പെടുന്ന അസംഘടിതരായിട്ടുള്ള ആളുകളെ ഒരു ക്ഷേമ പദ്ധതിയുടെ കീഴിൽ കൊണ്ടുവന്നു. ഏരിയ പ്രസിഡന്റ് KI ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. നമ്മൾക്ക് ക്ഷേമനിധി 10-ൽ നിന്ന് 20-ആക്കി, 20-ൽ നിന്ന് 50-ആക്കി. അപ്പൊ 50-ആക്കിയപ്പോൾ നമുക്ക് ആനുകൂല്യം അതേപോലെ വർദ്ധിപ്പിക്കുന്ന പലതും ഗവൺമെന്റ് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഈ ക്ഷേമനിധിയുടെ പൈസ കൂട്ടിയ ശേഷം റിട്ടയർമെന്റ് ആയ ആളാണ് ഞാൻ. എനിക്ക് അതിന് മുമ്പ് കിട്ടിയിരുന്ന പൈസ കിട്ടിയില്ല, അതിലും കുറവാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ ഞാൻ എൻ്റെ ഇതിൽ നിന്ന് ഒരു കാര്യം ചെയ്തിട്ടില്ല. പക്ഷെ സംഘടന നമ്മൾക്ക് വേണ്ടി ഓരോ പ്രവർത്തനങ്ങൾ ചെയ്ത് വീണ്ടും ആ പൈസ നമ്മൾക്ക് വാങ്ങി തന്നു. അത് കിട്ടിയിരിക്കുന്ന പല ആൾക്കാരും പേരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലേ? റിട്ടയർമെന്റ് ആനുകൂല്യം അന്ന് കുറവുണ്ടായിരുന്നു, രണ്ടാമത് കിട്ടിയിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവും. ജില്ലാ കമ്മിറ്റി അംഗം അനിത റോയ് സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി അൻസിയ റഹ്മത്തുള്ള വാർഷിക റിപ്പോർട്ടും ട്രഷറർ PP പ്രസീത വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. VM സോമനാഥൻ, KV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തയ്യൽ തൊഴിലാളി പെൻഷൻ സർവീസ് പെൻഷനായി നൽകണമെന്നും പെൻഷൻ തുക 5,000 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും പ്രസവ ധനസഹായം 13,000 രൂപ ഒറ്റത്തവണയായി നൽകണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ഗവൺമെന്റിനോടും ക്ഷേമനിധി ബോർഡിനോടും ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് KI ബാബുരാജ്, ഏരിയ സെക്രട്ടറി അൻസിയ റഹ്മത്തുള്ള, ഏരിയ ട്രഷറർ PP പ്രസീത എന്നിവരടങ്ങിയ 25-അംഗ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.